ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തണ്ടർ വേൾഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഊട്ടി സീരീസ് കഴിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ തണ്ടർ വേൾഡിൽ നമ്മൾ ഇപ്പോൾ സ്നോ വേൾഡിലാണ് ഉള്ളത്. നമ്മൾ സ്നോ വേൾഡിൽ കയറുമ്പോൾ വിചാരിക്കും കേട്ടോ, അയ്യോ എന്താ നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റും, ടൈം മതിയാവില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്കൊരു 15-20 മിനിറ്റ്സ് മാക്സിമം നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും മൈനസാണല്ലോ, അത്രയും തണുപ്പാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിൽ നിന്നും എല്ലായിടത്തു നിന്നും വെള്ളം വന്നുകൊണ്ട് തുടങ്ങും. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യം പറയാനുള്ളത്, ഇവർ ഒരു കോട്ടും പിന്നെ ഗ്ലൗസ് ഷൂ ഒക്കെ തന്നു. പക്ഷെ ഇവിടെ പാൻറ് ഇല്ല ഈ തണ്ടർ വേൾഡിൽ. അത് വളരെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട്, ഒരു കുറവായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടോ ഇവിടുത്തെ. ബാക്കി എല്ലാ സ്നോ വേൾഡ് അല്ലെങ്കിൽ സ്നോ സിറ്റി അങ്ങനെയൊക്കെ പോകുമ്പോൾ പാൻറ്റും കൂടി തരും. അപ്പോൾ ആമിക്കുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫ്രോക്ക് പോലത്തെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും എന്താ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്താ പറയുക, നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നിട്ടും അവൾ എൻജോയ് ചെയ്തു. പക്ഷേ ഇവിടെ പാൻസും കൂടിയും ഒന്ന് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു, മറ്റുള്ള സ്നോ വേൾഡ് ഒക്കെ സ്നോ സിറ്റിയൊക്കെ പോലെ. എന്നാലാണ് നമുക്ക് കുറച്ച് നേരം കൂടി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ മഞ്ഞൊക്കെ എടുത്തിട്ട് എറിഞ്ഞപ്പോൾ അവളുടെ കാലുമുളും ഷൂവിൻ്റെ ഉള്ളിലൊക്കെ പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരു 15-20 മിനിറ്റ്സിന് മാക്സിമം നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ അരിച്ചേട്ടൻ കയറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ നില ബേബിനെയും കൊണ്ട് അവർ പറഞ്ഞു കയറി നോക്കിക്കോ, 1 വയസ്സിന് താഴെയെന്ന് വെച്ചാൽ ആരും കയറ്റില്ല എന്ന് പറഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞ കാരണം എന്നാലും മുന്നോൾക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ല. അത് കാരണം അരിച്ചേട്ടനും നില ബേബിനും ജസ്റ്റ് കയറ്റി, പിന്നെ അരിച്ചേട്ടനും നില ബേബിയും പുറത്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആമിക്കുട്ടിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട്. അപ്പം ഞാൻ ആമിക്കുട്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം. കുറച്ച് ഏരിയ ഉണ്ട്, പിന്നെ ഇങ്ങനെ സ്ലൈഡിങ്ങും അങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ളതും പിന്നെ കുറച്ച് റൈഡ്സൊക്കെ പോലെ ഉണ്ട്. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് കിട്ടണതാണ് ഞാൻ പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല, വോയിസ് ഓവർ തന്നെ നൽകുകയാണ്. പിന്നെ ഇങ്ങനെ തിരിയണ പോലത്തേക്ക് ഉണ്ട്. അപ്പം നമുക്ക് സ്നോ വേൾഡിൻ്റെ വിശേഷങ്ങൾ വേഗം കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. Time is standing still as I let go of your cold hand. Eyes are wet but lips are dry, and all the things we'd planned were never what you wanted. We've been lying from the start. Guess I knew it, just ignored it. I let go of your cold hand. I guess I saw it coming, yet it took me by surprise. Oh, but if there's nothing left to cry for, then I will just crack a smile. അതിനുശേഷം ഞങ്ങൾ പോയത് ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള പ്ലേസസ്, ഇമ്പോർട്ടൻറ്റ് പ്ലേസസിൻ്റെ അവർ ഇങ്ങനെ എക്സിബിഷൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് ഫസ്റ്റ് ഇത് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഇതാണ്, ചർച്ചാണ്. ഒരു വേളാങ്കണ്ണി മാതാ ടെമ്പിൾ എന്നാണ് എഴുതിക്കണം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചർച്ച്. ആ രണ്ടൊക്കെ ഒരു തന്നെ പുണ്യസ്ഥലല്ലേ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ സ്വന്തം കേരളക്കാരുടെ ഹൗസ് ബോട്ടാണ്, ആലപ്പുഴയുടെ ഹൗസ് ബോട്ട് കേരളയെ പ്രതിനിധീകരിച്ചിട്ട്. അങ്ങനെ ഇത് നല്ലൊരു രസമായിട്ട് തോന്നി കേട്ടോ. ഇന്ത്യയിലത്തെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പറ്റണത്. പിന്നെ അത് റെഡ് ഫോർട്ട് ന്യൂഡൽഹിയിലുള്ളത്. അങ്ങനെ ഇതൊക്കെ ഒരു നമുക്ക് എന്താ പറയുക, നമ്മളിതുവരെ കാണാത്ത സ്ഥലങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഇതുകൾ കാണുമ്പോൾ നമുക്ക് രസം. പാർലമെൻറ്റ് ഹൗസ് ന്യൂഡൽഹിയിലുള്ളത്, അതും നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ താജ്മഹൽ ആഗ്രയിൽ, ഇവിടെയൊക്കെ പോകണം എന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ വലിയൊരു ആഗ്രഹമാണല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം നൽകും. അപ്പോൾ നമുക്ക് ഈ പ്ലേസസൊക്കെ കണ്ടിട്ട് ഇനി നെക്സ്റ്റ് ട്രിപ്പൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഒരു ജനറൽ നോളജും കൂടിയാണ് ഏതൊക്കെ പ്ലേസിലാണെന്നുള്ളത്. അങ്ങനെ അപ്പോൾ നമുക്ക് വേഗം എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. To cry for, then I will just crack a smile. I had a million different things to do, and every one of them included you. We had a million different things to do. What can I say? Well, I've been lonely too.
the sheets are covered in your scent. Really tried to fall asleep, but I can't understand. Though we both felt kinda lonely, I still always thought you loved me. When I tried to let it go, the sheets are covered in your scent. I guess I saw it coming, yet it took me by surprise. Oh, but if there's nothing left to cry for, then I will just crack a smile. Oh, if it was never what you wanted, we've been lying from the start. Guess I knew it, just ignored it. I let go of your cold hand. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത് റെയിൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു പിള്ളേരെ കൊണ്ട് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല. ബേബി ആമിക്കുട്ടിയൊക്കെ പേടിക്കുക ചെയ്തിട്ട് നല്ല ഇരുട്ടുമായിരുന്നു. പിന്നെ നല്ല പേടിപ്പെടുത്തുന്ന സൗണ്ടുകളായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ റെയിൻ ഫോറസ്റ്റിന് ശേഷം ഓടി ഇറങ്ങാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നമ്മൾ വെർട്ടെക്സ് ഇലൂഷൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൽ കയറി. ഹോണ്ടഡ് ഹൗസിലൊന്നും നമ്മൾ കയറുന്നില്ല. റെയിൻ ഫോറസ്റ്റിൽ തന്നെ നമ്മൾ പിള്ളേർ നല്ല കരച്ചിലായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ വെർട്ടെക്സ് ഇലൂഷനിലാണ് കയറിയത്. അങ്ങനെ തണ്ടർ വേൾഡിലത്തെ എല്ലാതും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഹോഴ്സ് സഫാരിക്ക് പോകണം. ചേട്ടനും നിലബേബിയും കൂടിയിട്ടാണ് കേട്ടോ ഹോഴ്സ് സഫാരിക്ക് പോണത്. അപ്പോൾ ഒരു റൗണ്ടിന് 350 റുപ്പീസാണ്. ജസ്റ്റ് കുറച്ച് ദൂരം വരെ പോയിട്ട് അവർ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ആ വളവ് വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും. നിലബേബിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇറങ്ങാൻ എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും പോകണമെന്ന് പറഞ്ഞിട്ട് അവർ 2 റൗണ്ടൊക്കെ പോയി. പിന്നെ ഞാൻ ആമിക്കുട്ടിയാണ് പോകണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വെയിറ്റ് രണ്ടാളും എന്ന് വെച്ചാൽ നിലബേബി വെയിറ്റില്ലല്ലോ, അപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ രണ്ടാളും കൂടി ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ട് കുതിര അങ്ങനെ ഓടുന്നുണ്ടായിരുന്നില്ല. സത്യമാണ് ഞങ്ങൾക്ക് ചിരി വരായിരുന്നു. കുതിര പാവമുണ്ട് കേട്ടോ. അത് പതുക്കെ ഇങ്ങനെ നടന്ന് വരായിരുന്നു. ഒരു സൈഡിക്കൊക്കെ പോണ പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിപ്പോൾ തൃശ്ശൂർക്ക് പോവാണ്. ഇതാണ് കേട്ടോ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ റെയിൽപാത വരുന്നത്. കൂണൂർ മേട്ടുപ്പാളയം അതിൻ്റെ. നമുക്കതിൽ പോകാൻ പറ്റിയില്ല. അത് പോകാമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വീണ്ടും വെയിറ്റൊക്കെ ചെയ്യണം 1 അവർ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് പിന്നെ ട്രെയിനാണ് നേരത്തുണ്ടാവില്ല. അപ്പം നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഊട്ടി വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ടച്ച് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും വേറെ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.